പോലത്തെ വലിയൊരു കുപ്പി എടുക്കാം. നമുക്കത് 4 പീസായിട്ട് കിട്ടും. അതേ നോക്കിയേ, ഇതൊരു 4 ഇതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കത്രി വെച്ച് താഴത്തേക്ക് മുറിച്ചു കൊടുക്കാം. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ഷേപ്പിലായിട്ടുണ്ട്. ഇപ്പം നോക്കിയേ, കയറി പൊക്കോളും. വേണ്ട 4 വശത്തായിട്ട് നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. പുറത്തുകൂടി എടുത്ത് ഇതിനകത്തുകൂടി എടുത്ത് അപ്പോൾ ഹോളിൽ കൂടി തിരിച്ച് പോരത്തില്ല. അതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഈ കൂടി നമ്മുടെ ഈ ഒരു റോപ്പ് ഈ ഒരു വരും. കണ്ട ഈ ഒരു കൂടി 4 കയറും ഇതിനകത്തുകൂടി എടുത്തിട്ടുണ്ട്. കൂട്ടിക്കെട്ടണം. വലിച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ടേപ്പ് അടിച്ച് ടൈറ്റായി. കയറ് നമ്മൾ ഇതിൻ്റെ അകത്തുകൂടി എടുത്ത് കയറ് ഇങ്ങനെ എടുക്കുവാണ് ഈ ഹോളിൽ കൂടി. എന്നിട്ട് ഇതിങ്ങനെ വലിച്ചെടുക്കും. ഇതേ ഇവിടെ ആയിട്ട് കെട്ടി എളുപ്പത്തിൽ ഇങ്ങനെ താഴ്ത്തിയാൽ മതി. പഴുത്ത മാങ്ങ, പഴുത്ത ജാതിക്ക, എന്ത് സാധനം വേണമെങ്കിലും പറിക്കാം. മാങ്ങ, പേരക്ക, ജാതിക്ക പോലത്തെ വലിയൊരു കുപ്പി എടുക്കാം. നമുക്കത് 4 പീസായിട്ട് കിട്ടും. അതേ നോക്കിയേ, ഇതൊരു 4 ഇതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കത്രി വെച്ച് താഴത്തേക്ക് മുറിച്ചു കൊടുക്കാം. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ഷേപ്പിലായിട്ടുണ്ട്. ഇപ്പം നോക്കിയേ, കയറി പൊക്കോളും. വേണ്ട 4 വശത്തായിട്ട് നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. പുറത്തുകൂടി എടുത്ത് ഇതിനകത്തുകൂടി എടുത്ത് അപ്പോൾ ഹോളിൽ കൂടി തിരിച്ച് പോരത്തില്ല. അതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഈ കൂടി നമ്മുടെ ഈ ഒരു റോപ്പ് ഈ ഒരു വരും. കണ്ട ഈ ഒരു കൂടി 4 കയറും ഇതിനകത്തുകൂടി എടുത്തിട്ടുണ്ട്. കൂട്ടിക്കെട്ടണം. വലിച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ടേപ്പ് അടിച്ച് ടൈറ്റായി. കയറ് നമ്മൾ ഇതിൻ്റെ അകത്തുകൂടി എടുത്ത് കയറ് ഇങ്ങനെ എടുക്കുവാണ് ഈ ഹോളിൽ കൂടി. എന്നിട്ട് ഇതിങ്ങനെ വലിച്ചെടുക്കും. ഇതേ ഇവിടെ ആയിട്ട് കെട്ടി എളുപ്പത്തിൽ ഇങ്ങനെ താഴ്ത്തിയാൽ മതി. പഴുത്ത മാങ്ങ, പഴുത്ത ജാതിക്ക, എന്ത് സാധനം വേണമെങ്കിലും പറിക്കാം. മാങ്ങ, പേരക്ക, ജാതിക്ക പോലത്തെ വലിയൊരു കുപ്പി എടുക്കാം. നമുക്കത് 4 പീസ്